പിറ്റേന്ന് രാവിലെ കാശിയാണ് ആദ്യം എഴുന്നേറ്റത്. അവൻ കണ്ണു തുറന്നിട്ട് തൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അവൻ്റെ പാറുവിനെ വാത്സല്യത്തോടെ നോക്കി. പിന്നെ പതിയെ അവളെ ഉണർത്താതെ തന്നെ എടുത്ത് തലയിണയിലേക്ക് കിടത്തി. ആ ചുംബനത്തിൽ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. കാശിയേട്ടാ, അവൻ ബാഗിൽ നിന്നും തൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും അവൾ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. അവളെ എടുക്കാനെന്ന ഭാവേന കട്ടിലിരുന്നു കൊണ്ട് രണ്ട് കൈകളും അവന് നേരെ നീട്ടിയിരിക്കുകയായിരുന്നു. അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ പാറുക്കുട്ടാ, കുറച്ചും കൂടി കിടന്നോ? കാശിയേട്ടൻ പോയി ചായയൊക്കെ ഇട്ടിട്ട് വന്ന് മോളെ വിളിക്കാം. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ തന്നെ നോക്കി. പിന്നെ തൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിക്കാൻ വേണ്ടി അവനെ കുഞ്ഞു കുട്ടികൾ വിളിക്കുന്നത് പോലെ വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. പിന്നെ പുതപ്പെടുത്ത് പുറച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഈ പെണ്ണ്, അവൻ അവളെ നോക്കി പതിയെ പറഞ്ഞു. പിന്നെ ചിരിയോടെ പുറത്തേക്കിറങ്ങി. ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നുപോയി. കാശിയും പാറും 2 ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. ലച്ചു ക്ലാസ്സിനും പോയി തുടങ്ങി. രാവിലെ അനന്തൻ അവളെ ക്ലാസ്സിന് കൊണ്ടാക്കും. വൈകിട്ടും അവൻ തിരികെ വിളിച്ചുകൊണ്ട് വരും. അവനില്ലാത്തപ്പോൾ അവൾ പാറുവിൻ്റെ സ്കൂട്ടിയിലാണ് പോകുന്നത്. ആദിയുടെ അച്ഛനെ റിമാൻഡ് ചെയ്തിരുന്നു, കൂടെ ദാമോദരനെയും. അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തന്നെ ആദി തയ്യാറായിരുന്നില്ല. കൊലപാതകം കൂടിയായ അയാൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷയായിട്ട് കോടതി വിധിച്ചത്. ഇതിനിടയിൽ പാറുവിൻ്റെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. അവൾക്ക് 2000-നിടയിൽ റാങ്ക് ഉണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ എഞ്ചിനീയറിങ്ങിന് ചേർത്തു. അവളെ കോളേജിൽ ചേർത്ത കാര്യം ആദിയോട് പറയാൻ വിളിച്ചപ്പോഴാണ് ശിവയും ആ കോളേജിൽ PGക്ക് പഠിക്കുന്ന കാര്യം കാശിയും പാറുവും ഒക്കെ അറിഞ്ഞത്. അതറിഞ്ഞതും അവർക്ക് വളരെ സന്തോഷമായി. പാറുവിന് കൂട്ടില്ലാതെ വിഷമിക്കുകയായിരുന്നു. രണ്ടുപേരും ഇനി ഒരു കോളേജിലാണെന്ന് അറിഞ്ഞതും അവർക്കും സന്തോഷം തോന്നി. ശിവയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ശിവയുടെയും ആദിയുടെയും വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ശിവയുടെ വീട്. ആദ്യം അവൻ്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകിനെ പോലെ നടക്കുകയാണ്. കല്യാണം ആയതുകൊണ്ട് തന്നെ ഇനി കല്യാണം കഴിയുന്നത് വരെ ശിവയുടെ അടുത്തേക്ക് പോകേണ്ട എന്നാണ് അവൻ്റെ അമ്മയുടെ ഓർഡർ. അതെന്തിനാണെന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. 2 ദിവസം കഴിഞ്ഞു അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണാൻ അവൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നാളെ വിവാഹമായിട്ട് ഇന്നിനി എന്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവളുടെ അടുത്തേക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അവളുടെ വീടിൻ്റെ മുറ്റത്ത് പന്തലിടാനും ഒക്കെയായി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവൻ അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ പതിയെ പുറകിൽ കൂടി അകത്തേക്ക് കയറി. പലരും മുറിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഹാളിലൊന്നും അധികം ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നവർ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു. അവനും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ ശിവയുടെ മുറി പാതി തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് ആ മുറിയിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു. കുളിച്ചിട്ട് തല തുവർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് ആരോ ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ആദ്യം തൻ്റെ മുറിയിൽ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ആദ്യേട്ടൻ എന്താ ഇവിടെ? അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലാന്നുണ്ടോ? അവൻ തിരികെ അവളെ നോക്കി ചിരിച്ചു. അങ്ങനെയല്ലേ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാൻ അമ്മ സമ്മതിക്കുന്നില്ല എന്ന്? പിന്നെ ഇതെങ്ങനെ? അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് അമ്മ എന്നോട് പറഞ്ഞു, കല്യാണം കഴിയുന്നത് വരെ ഇനി നിന്നെ കാണാൻ പോകാൻ പാടില്ല എന്ന്. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. എന്നിട്ട് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അമ്മ അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും വഴക്കു പറയില്ലേ? ആദ്യേട്ടന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നതാണോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് അവൻ വന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അത് പിന്നെ അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. എന്താ ഏട്ടാ, എന്തെങ്കിലും സംസാരിക്കാൻ വന്നതാണോ? അവൾ വീണ്ടും ചോദിച്ചു. അത് പിന്നെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൻ അവളെ കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. നാളെ നമ്മുടെ വിവാഹമല്ലേ ശിവ? അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. നീ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ നമ്മുടെ വിവാഹം നടക്കുമെന്ന്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവളില്ല എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും തലയാട്ടി. ഇപ്പം നിനക്ക് എന്താ തോന്നുന്നത്? സന്തോഷമാണോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു. സന്തോഷം തോന്നുന്നോന്നോ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആദ്യേട്ടാ. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്കിപ്പോഴും നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ വിവാഹം നടക്കണേ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആദ്യേട്ടൻ്റെ ഭാര്യയാകാൻ കഴിയണേ എന്ന്. പക്ഷേ ആദ്യേട്ടൻ്റെ മനസ്സിൽ അവൾ ബാക്കി പറയാതെ നിർത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട ആദ്യേട്ടാ, എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? ഒരിക്കലും ഞാൻ മനസ്സിൽ കണ്ടിരുന്നതല്ല ആദ്യേട്ടൻ അതിനുശേഷം എന്നെ വിവാഹം കഴിക്കുമെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശിവ, നീയാണ് എൻ്റെ പെണ്ണെന്ന്.
നിന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്. എല്ലാം ഒരു യാന്ത്രികത പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇപ്പം എൻ്റെ മനസ്സിൽ നീയല്ലാതെ മറ്റാരുമില്ല. നിനക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കാരണം ഒരു പെണ്ണിനെ മനസ്സിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ താലി ചാർത്താൻ ആദിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഴയതൊക്കെ പാടെ മറന്നു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഭാര്യയായിട്ട് നിന്നെ കാണാനാണ് എനിക്ക് ആഗ്രഹം. അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾക്ക് സന്തോഷമായി. ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ തല ഉയർത്തി അവനെ നോക്കി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ, ഈ നെഞ്ചിലിങ്ങനെ ചുരുണ്ടുകൂടാൻ. പക്ഷേ അതിനൊക്കെ ഭാഗ്യമില്ല എന്നറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു. പക്ഷേ മനുഷ്യരെത്രയൊക്കെ ശ്രമിച്ചാലും ദൈവം കരുതി വെച്ച ഒന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സംഭവിക്കണ്ടേ? അതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയുള്ള ജീവിതം മുഴുവൻ ആദിയേട്ടൻ്റെ പെണ്ണായിട്ട്, ആദിയേട്ടൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും പുഞ്ചിരിയോടെ അവളെ തിരികെ നോക്കി. പിന്നെ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ മുഖവും കഴുത്തും നനഞ്ഞീറിനായിട്ടിരിക്കുന്ന അവളുടെ മുടിയും ഒക്കെ കണ്ടപ്പോൾ ആദിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നി അവളോട്. മുൻപിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടികളെ മാടി ഒതുക്കി ചെവിക്ക് പുറകിലേക്ക് അവൻ വെച്ചു കൊടുത്തു. പിന്നെ അവളുടെ കവളിൽ പിടിച്ച് വശത്തേക്ക് തിരിച്ചുകൊണ്ട് അവൻ അവളുടെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദിയേട്ടാ, നിറഞ്ഞ മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നീ ഇനി ഒരിക്കലും കരയാൻ പാടില്ല. നിന്നെ ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ശിവ, വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ അത് വേണ്ട. ഈ കണ്ണുകൾ നിറയാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ ഹാപ്പി ആയിട്ട് നോക്കും. അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇറുക്കി പിടിച്ചു. അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ആദിയുടെ ശിവയുടെയും വിവാഹത്തിന് പോകാൻ ഒരുങ്ങിയാണ് കാശിയും പാറും. അനന്തനും ലച്ചും. പാറു ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ ധാവണി ഉടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കാശി ഒരു റെഡ് കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. കാശിയേട്ടാ, ഏട്ടാ, അവൾ റൂമിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അവൾ വിളിക്കുന്നത് കേട്ടത് മുറിയിലേക്ക് ചെന്നു. അവൾ ധാവണിയുടെ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എത്ര നേരമായിട്ട് വിളിക്കുക കാശിയേട്ടാ, എവിടെ പോയതാ? അവൾ കപട ദേഷ്യത്തോട് ചോദിച്ചു. ഓ എൻ്റെ പൊന്നേ, ഞാനൊരു ഫോൺ ചെയ്യാൻ പോയതാടി. എന്താ കാര്യം? ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെങ്ങനെയാ കാശിയേട്ടാ, ഇതൊന്നും ഞൊറിഞ്ഞെടുത്തതാ, എനിക്കറിയില്ല. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. പിന്നെ അവളുടെ ഹാഫ് സാരിയുടെ സാരിത്തുമ്പെടുത്ത് ഞൊറിയാൻ തുടങ്ങി. അവൻ അത് ഓരോന്നും ഞൊറിയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവനത് ചെയ്യുന്നതിനിടയിൽ അവളെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കാണുന്നത് തൻ്റെ ശരീരത്തിലേക്ക് കുറുമ്പോടെ നോക്കുന്ന കാശിയാണ്. കാശിയേട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചതും അവൻ ചിരിച്ചു. എന്താ പാറുക്കുട്ടാ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്തിനാ കാശിയേട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് നാണാവുന്നുണ്ടേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നാണത്തോടെ പറഞ്ഞതും കാശി പുഞ്ചിരിച്ചു. ചുമ്മാ എനിക്കെൻ്റെ പാറുവിനെ ഒന്ന് നോക്കണമെന്ന് തോന്നി. എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കിക്കൂടാന്നുണ്ടോ? അവനും കുറുമ്പോട് ചോദിച്ചു. നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ട് നോക്കുന്നത് പോലെ എന്തിനാ നോക്കുന്നത്? കാശിയേട്ടനെ ആദ്യമായിട്ട് കാണുമല്ലോ. അവൾ വീണ്ടും കുറുമ്പോട് ചോദിച്ചു. എനിക്ക് അങ്ങനെ നോക്കണമെന്ന് തോന്നി. എൻ്റെ പാറുവിനെ എത്ര നോക്കിയാലും കാശിയേട്ടന് മതിയാവില്ല കുഞ്ഞാ. എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. നിനക്കങ്ങനെ ഒന്നും ഇല്ലായിരിക്കും. അവൻ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ലോ. എപ്പോഴും നോക്കുമ്പോൾ കാശിയേട്ടന് മടുക്കില്ലേ? അവൻ പരിഭവം പോലെ പറയുന്നത് കേട്ടതും അവൾ വിഷമത്തോട് ചോദിച്ചു. ഓരോ തവണയും എൻ്റെ പാറുവിന് ഓരോ സൗന്ദര്യമാണ്. അതൊരിക്കലും കാശിയേട്ടന് മടുക്കില്ല. അല്ലെങ്കിലും എൻ്റെ പാറുവിനെ കാശിയേട്ടൻ എങ്ങനെയാണ് മടുക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടൊരു ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പാറുവിന് കോളേജിലൊക്കെ പോകുമ്പോൾ കാശിയേട്ടനെ വേണ്ടെന്ന് തോന്നുമോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അല്ല, കോളേജിൽ പോകുമ്പോൾ നല്ല ചെക്കന്മാരെയൊക്കെ കാണുമല്ലോ. അപ്പോൾ കാശിയേട്ടനെ വേണ്ടായിരുന്നു എന്ന് പാറുവിന് തോന്നുമോ? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു. ഇങ്ങതാ, ഞാൻ ഉടുത്തോളാം, കാശിയേട്ടൻ പൊയ്ക്കോ. അവൻ പറഞ്ഞത് ഇഷ്ടമില്ലാത്തതുപോലെ അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ ചോദിച്ചത് അവൾക്ക് ഇഷ്ടമായില്ല എന്ന് കാശിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ ചോദിച്ചതാ കുഞ്ഞാ. അവൾ പിണങ്ങി നിൽക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, കാശിയേട്ടനെ സംശയമല്ലേ? അവൾ പിണക്കത്തോടെ ചോദിച്ചു. അങ്ങനെ അല്ലടാ മോളെ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എന്നെ തൊടണ്ട. അവൾ തട്ടി മാറ്റി പറഞ്ഞു. എനിക്ക് പേടിയാടി. എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ കൂടി പറ്റില്ല കുഞ്ഞാ. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ കാശിയേട്ടനെ വിട്ടിട്ട് പോവോ? അങ്ങനെയാണോ കാശിയേട്ടൻ എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത്? എൻ്റെ കാശിയേട്ടനല്ലേ എനിക്കെല്ലാം. പറയ്.
അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പിന്നെ അവൻ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ ഇടുപ്പിൻ്റെ ഇരുവശവും പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കുഞ്ഞു വയറിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൾ ചിരിയോടെ ഒന്നുകൂടി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ചേർത്ത് പിടിക്കൽ കണ്ടതും അവൻ വീണ്ടും അവളുടെ വയറ്റിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ടേയിരുന്നു. അവൻ പതിയെ അവളുടെ വയറ് ചുംബിച്ചു. അവൻ അങ്ങനെ ചെയ്തതും അവൾ ഇക്കിളി കൊണ്ട് പൊട്ടിച്ചിരിച്ചു. കാശിയേട്ടാ, അവൾ ചിണുങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ അവൾക്ക് തുമ്പു ഞൊറിഞ്ഞു കുത്തിക്കൊടുത്തിട്ട് അവളെ ആ ഹാഫ് സാരി ഭംഗിയായിട്ട് ഉടുപ്പിച്ചു. പോയാലോ? അവൻ ചിരിയോട് അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി. അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അവരിറങ്ങിയപ്പോഴേക്കും അനന്തരം ലച്ചുവും ഒക്കെ ഒരുങ്ങി ഇറങ്ങിയിരുന്നു. അവർ 4 പേരും കൂടി ആദിയുടെ കല്യാണത്തിനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി. ആരെയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി അവൾ കതിർമണ്ഡപത്തിലിരുന്നു. വളരെ കുറച്ചു പേരെ മാത്രമേ അവർ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാശിയും അനന്തനും ലച്ചുവും പാറും ഒക്കെ കല്യാണത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുമേനി താലിയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തതും അവൻ അവൾക്ക് നേരെ താലി നീട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവൻ ചെറുചിരിയോടെ തന്നെ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ പേര് കൊത്തിയ താലി ചാർത്തി കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ തെളിയിക്കുമ്പോൾ അവൾ തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയ നിർവൃതിയോടെ കണ്ണുകളടച്ച് അവയെ സ്വീകരിച്ചു. അവളുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊടുത്ത അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു. അത് കണ്ട് അവൻ്റെ അമ്മയുടെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു.